ക്രിസ്മസ് ആഘോഷിച്ചതിന് ഒഡീഷയിൽ 3 പേരെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. ബാലാസോർ ജില്ലയിലെ ഗോവർദ്ധൻപുരി ഗ്രാമത്തിലാണ് സംഭവം. ആഘോഷങ്ങളുടെ മറവിൽ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ദേവസേന എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. നാട്ടുകാരും ഇവരോടൊപ്പമുണ്ടായിരുന്നു. ദളിത് കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. കെട്ടിയിട്ടവർക്ക് മുന്നിൽ നിന്ന് നാട്ടുകാർ ജയ് ശ്രീറാം വിളിക്കുന്നത് ഇതിൽ കാണാം. സംഭവം അറിഞ്ഞയുടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി 2 സ്ത്രീകളെയും ഒരു പുരുഷനെയും രക്ഷിച്ചു. ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രദേശത്ത് സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം 2 ഗ്രൂപ്പുകൾക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഗ്രാമത്തിൽ സമാധാനം നിലനിർത്താനും ക്രമസമാധാന നില ലംഘിക്കുന്നത് തടയാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. 2 സ്ത്രീകളെ കെട്ടിയിട്ട് അപമാനിക്കുന്നതാണ് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. മതത്തെയും സംസ്കാരത്തെയും നശിപ്പിച്ചതിന് ഉത്തരവാദികൾ തങ്ങളാണെന്ന് പറഞ്ഞ് വെള്ള ഷർട്ട് ധരിച്ച ഒരു പുരുഷനുമായി ഒരു കൂട്ടം പുരുഷന്മാരും സ്ത്രീകളും അവരെ വളഞ്ഞതായി വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഭാരത് മാതാ കി ജയും ജയ് ശ്രീറാമും എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവരെ കെട്ടിയിട്ട് സംസാരിക്കുന്നത്. മറ്റു സ്ത്രീകൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നുമുണ്ട്. അതേസമയം സംഭവസ്ഥലത്തേക്ക് വേഗത്തിലെത്താനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും സീനിയർ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ സേനാപതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താൻ സ്ഥലത്തെത്തിയതെന്ന് നീലഗിരി പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോർച്ചിത്ത നായക് പറയുന്നുണ്ട്. ചിലർ മതപരിവർത്തനം നടത്തുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി 2 സ്ത്രീകളെ കെട്ടിയിട്ടിട്ടുണ്ടെന്നുമുള്ള ന്യൂസാണ് പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ സംഭവം നടന്ന പ്രദേശം റമുന പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പണം ഞങ്ങൾ തരും. അതിനാൽ തന്നെ ഞങ്ങൾ അവരെ റമുന പോലീസിന് കൈമാറുകയും ചെയ്തുവെന്നും നായിക് പറയുന്നുണ്ട്.